ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിൻ്റെ ആധിപത്യമാണ്. സൂര്യൻ 6th ഹൗസ്, 6-ാം ഭാവാധിപൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിൽ. 5-ാം ഭാവം എന്താണ്? പ്രജ്ഞാ, മേധാ, പ്രതിഭ, തൻ്റെ ബുദ്ധി, തൻ്റെ പ്രതിഭ, മന്ത്ര അമാത്യ തനൂജ, തൻ്റെ സന്താനങ്ങൾ, തൻ്റെ മന്ത്രം, തൻ്റെ മന്ത്രി ജോലി, ഇതൊക്കെയാണ് ചിന്തിക്കുക. ഇവിടെ 5-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പലപ്പോഴും തന്നെ സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് പല കൺസൾട്ടൻ്റായി ശോഭിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വളരെ നന്നായി ഈ സൂര്യൻ സഹായിക്കും. തനിക്ക് പറഞ്ഞ കാശ് വാങ്ങാൻ 5-ലെ സൂര്യൻ പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട്. 5-ലെ സൂര്യൻ അങ്ങനെയാണ്, താൻ അറുത്ത് കാശ് വാങ്ങും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് 5-ലെ സൂര്യന്. കോംപ്രമൈസ് ചെയ്യും, ആരായാലും കാശ് കിട്ടണമെന്ന് ഒരു വാശി പ്രകടിപ്പിക്കും. അങ്ങനെയുള്ളവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത സ്ത്രീകോണ്, തനിക്ക് കാശ് കൈവിട്ട് പോകും, തൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകും.
കഷ്ടപ്പെട്ട് ആർത്തിയോട് ഉണ്ടാക്കിയ കാശാണെങ്കിൽ പോകും എന്നാണ് പറയുന്നത്. അസുത ധനവർജിത, ധനത്താൽ വർജിക്കപ്പെടും. അസുത സന്താന വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ 5-ൽ സൂര്യൻ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 5-ാം ഭാവം സന്താന ഭാവമാണ്. അവിടെ സൂര്യൻ വരുമ്പോൾ സന്താനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം രോഗാധിപനാണ്. മക്കൾക്ക് അരിഷ്ടകൾ വരും. നിർബന്ധമായും മീനൻ രാശിക്കാർ ഇവിടെ തൻ്റെ സന്താനങ്ങളുടെ പേരിൽ കുവളമാല 12 വയസ്സിന് താഴെയാണെങ്കിൽ, 12 വയസ്സിന് മുതലാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ അവരുടെ പേരിൽ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. താൻ അനാവശ്യമായ വാശി പ്രകടിപ്പിക്കും. തൻ്റെ ബുദ്ധി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊടുക്കരുത്. ബി കൺസ്ട്രക്റ്റീവ്. അത് നല്ല രീതിയിലേക്ക് നയിച്ചാൽ ധാരാളം ഗുണങ്ങളുണ്ടാകും. 5-ലെ സൂര്യൻ മന്ത്രസ്ഥാനമാണ്. നന്നായി ഓം നമഃ ശിവായ അല്ലെങ്കിൽ ആദിത്യ ഹൃദയം മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സുധസ്ഥാനകയെ പൂർവ്വജാപത്യതാപി, തൻ്റെ ആദ്യ സന്താനത്തിനെ പറ്റി ദുഃഖമുണ്ടാകും. അതിനാൽ ഗർഭിണികൾ ഗർഭം ധരിക്കുന്ന സമയത്ത് എബോർഷനാവുക, പെട്ടെന്ന് എബോർഷനായി പോകും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന സന്താനം തന്നെ പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടുകൾ, രോഗാദി അരിഷ്ടതകൾ വരിക. വഴിപാടുകൾ നിർബന്ധമായും ചെയ്യുക. സുധസ്ഥാനകയെ പൂർവ്വജാപത്യതാപി, ഇതിൻ്റെ ആദ്യ സന്താനത്തെ പറ്റി ദുഃഖിക്കും. കുശാഗ്രീയ ബുദ്ധി, അങ്ങേയറ്റം നല്ല സൂക്ഷ്മ ബുദ്ധിയാണ്. രവോ മന്ത്രവിദ്യ, മാന്ത്രികമായ വിദ്യകൾ പഠിക്കാൻ വളരെ നല്ലതാണ്. മന്ത്രവാദ വിഷയങ്ങൾ പഠിക്കാൻ നല്ലതാണ്. രഥോ വഞ്ചനയെ സഞ്ജയെ വിപ്രമാദി, മറ്റുള്ളവരെ പറ്റിക്കുവാൻ ചതിക്കുവാനും വളരെ താല്പര്യം കാണിക്കും. ധാരാളം കാശ് കൂട്ടിക്കൂട്ടി വെക്കാൻ ആഗ്രഹിക്കും. മൃതി ക്രോഡരോഗാദിജ ഭാവനീയ, ഉദരരോഗത്താൽ മരിക്കുമെന്നാണ് പറയുന്നത്. പലപ്പോഴും രോഗാദി അരിഷ്ടകൾ വന്നു. ഏറ്റവും വലിയ രോഗം എന്താണ്? ഉദരവ്യഥ. വയറാണ് ഏറ്റവും വലിയ രോഗം പഴയകാലത്ത്. അതാണ് പിന്നെ അൾസറായി, വയറ്റിൽ പുണ്ണായി, ക്യാൻസറായി മാറിയത്. അതിനാൽ വയറിനെ ശ്രദ്ധിക്കുക. 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ കണ്ടമാനം വാരി വിളിച്ച് തിന്നാതിരിക്കുക, കൺട്രോൾ ചെയ്യുക. അങ്ങനെ നിർബന്ധമായും ആദിത്യ ഹൃദയ മന്ത്രം ഇതൊക്കെ ജപിച്ച് ഈ ദോഷങ്ങൾക്കൊരു പരിഹാരം കാണുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. തന്നെ വയറും ശ്രദ്ധിക്കുക. അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസ്ഥിസംബന്ധമായ ബോൺ സംബന്ധിച്ച ബുദ്ധിമുട്ടുകളും വരും. അതിനാൽ ഉളുക്കി നടക്കാതെ നോക്കുക. ഘനമുള്ള വസ്തുക്കൾ എടുക്കുന്നത് ശ്രദ്ധയോടുകൂടിയായിരിക്കണം. നന്ദി, നമസ്തേ.